കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ 100 മീറ്റർ മത്സരത്തിനിടെ സംഘാടകർക്കെതിരെ വ്യാപക പരാതി. സഹായികൾ ഉപയോഗിക്കുന്ന ടെതർ തുടരെ പൊട്ടിയതാണ് പരാതിക്ക് ഇടയാക്കിയത്. ഗുണനിലവാരം കുറഞ്ഞ ടെതറാണ് നൽകിയതെന്നും ഫൈനലിൽ കളിപ്പിക്കണമെന്നും കുട്ടികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടു. മത്സരം താത്കാലികമായി നിർത്തിവെച്ചു. തിരുവനന്തപുരത്ത് നിന്ന് രുചീഷ് വി രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഒരു ആക്ഷേപമായ ഒരു പരാതിയായി വന്നിരിക്കുന്നത് ഇപ്പോൾ കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ സ്പ്രിന്റ് ഇനങ്ങളിൽ മത്സരിക്കുമ്പോൾ അവരുടെ സഹായി ഉപയോഗിക്കുന്ന ടെതർ പൊട്ടുന്നു എന്നതാണ്. അത് വ്യാപകമായി തന്നെ ഉണ്ട്. ഒന്നിലധികം കുട്ടികൾക്ക് ഇത്തരത്തിൽ സംഭവിച്ചു. ദേശീയ തലത്തിൽ തന്നെ മെഡൽ വാങ്ങിച്ച ഷമ്മാസ്, മലപ്പുറം ജില്ലയിൽ നിന്നെത്തിയ ഷമ്മാസ് ഈ മത്സരത്തിൽ ഇതുപോലെ പൊട്ടുകയും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാകുമോ എന്നൊരു ആശങ്കയിലാണ് ഷമ്മാസും കുടുംബവും ഉള്ളത്. ഷമ്മാസിന്റെ പിതാവ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ സംഭവിച്ചത്? എന്താണ് ഇത് സംഘാടകരോട് പറഞ്ഞിരുന്നു? മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഈ സംഘാടകരോട് ഞാൻ പറഞ്ഞതാണ്. കാരണം ഇതെല്ലാം ഉപയോഗിക്കേണ്ടത്, ഇത് ബാഗിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. തെതർ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അത് വെച്ച് ഓടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ള കുട്ടികളുടെ കയ്യിൽ തെതറില്ല. അപ്പോൾ നമ്മളത് പരിഗണിക്കണമല്ലോ. എന്നാലും ഞങ്ങൾ പറഞ്ഞു ഇത് പൊട്ടിപ്പോവും. കാരണം ഇതാണ് ആ സാധനം. ഇത് ബാഗിന് ഉപയോഗിക്കുന്ന സാധനം, ഇതല്ല തെതർ. നാഷണലിൽ ഞങ്ങൾ പങ്കെടുത്ത് എൻ്റെ മകന് മെഡലുള്ള ആളാണ്. ദേശീയ മത്സരത്തിൽ പങ്കെടുത്തിട്ട് 100 മീറ്ററിൽ വെങ്കലോ 200 വെള്ളിയും വേണ്ടിയുള്ള കുട്ടിയാണ്. ഞാൻ 3 മാസത്തോളമായി കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് 35 കിലോമീറ്റർ ഉണ്ട് സ്റ്റേഡിയത്തിലേക്ക്. അവിടെ ജയകുമാർ സാറ്, നിമൽ എന്ന് പറഞ്ഞ സാറുണ്ട്, താനൂരിൻ്റെ സുധീഷ് മാഷുണ്ട്, GHS കാർലങ്ങാടിൻ്റെ. അവരെ പരിശീലനത്തിൽ ഞാൻ തുച്ഛമായ വരുമാനം എനിക്ക് ഹാർബറിൽ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് എൻ്റെ മകൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ ദേശീയ മത്സരത്തിൽ പോകുമ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകുന്ന ദേശീയ മത്സരത്തിൽ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. യുവർ ചോയ്സ്. അല്ലെങ്കിൽ അവർ തരുന്നത് നമുക്ക് എന്താക്കാം, ഉപയോഗിക്കാം. അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ആക്ഷനുള്ള സാധനമാണ്. ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ സംസ്ഥാന കമ്മിറ്റി അത് വാങ്ങിയിട്ട് അടിക്കാൻ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളത്. ഞാൻ കൊണ്ടുവന്ന സാധനത്തിൻ്റെ മോഡലിൽ അവർ അടിക്കാന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് എൻ്റെ മകനെ ഫൈനലിലേക്ക് പരിഗണിക്കണം. ഷമ്മാസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ദേശീയ തലത്തിൽ 2 മെഡൽ നേടി വന്നതാണ്. അപ്പോൾ സംസ്ഥാന മീറ്റിലെത്തുമ്പോൾ ഇത്ര ഒരു നിരാശ തോന്നിയല്ലേ? ഓടിപ്പോൾ പൊട്ടി. നിരാശ എന്ന് വെച്ചാൽ നമ്മൾ വിജയിക്കുന്നതെന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മളിവിടെ കുറേ പറഞ്ഞു ഇതല്ല സാധനം. ഞങ്ങൾ കുറേ ഓടി പരിചയമുള്ള ആൾക്കാരാണ്. ഇതല്ല സാധനം വീഡിയോ വരെ അവർക്ക് കാണിച്ചു കൊടുത്ത്. അവർ പറഞ്ഞു ഇവിടുത്തെ നിയമം ഇതാണ്, ഞങ്ങൾ ഇതിനെ ഇട്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചെയ്യിപ്പിച്ച്. പകുതി എത്തിയപ്പോൾ ഈ സാധനം പൊട്ടി. ഞങ്ങൾ കൈ പിടിച്ചാൽ പിന്നെ എങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്ത് രണ്ടാമത് വന്നത് ടൈം എന്താ അറിഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനലിലേക്ക് പരിഗണിക്കണമെന്ന് തന്നെയാണ്. ഫൈനലിലേക്ക് പരിഗണിക്കുന്ന ഞങ്ങളെ ആവശ്യം. അതിൻ്റെ കൂടെ വേറൊന്നും സാറേ, ഇവൻ്റെ കൂടെ ഗൈഡ് റണ്ണർക്ക് ഇഞ്ചറി ആയി. എൻ്റെ മകൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ തന്നെയാണ്. ഇവർ സഹോദരങ്ങളാണ്. ഇപ്പോൾ ഓടിയിട്ടുള്ളത് ഗൈഡ് റണ്ണറായിട്ട് വന്നുള്ളത് സഹോദരനാണ്, എൻ്റെ സഹോദരനാണ്. അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്, സിനാൻ എന്ന് പറയും. ആ കുട്ടിക്ക് ഇപ്പോൾ മസിൽ പെയിൻ ഇഞ്ചറി ആയിട്ടുണ്ട്. കാരണം ഇവരെ പിടിവലിയിൽ ഇഞ്ചറി സംഭവിച്ചു. ഞങ്ങൾ ബാക്കിൽ നിന്ന് കൈ കൊടുത്തിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഫിനിഷ് ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഫോളാണിത്. പൊട്ടാൻ പാടില്ല. ഇത് 4-5 നിയമമുള്ളൂ. കണ്ണ് കെട്ടണം, പിന്നെ ലൈൻ മാറാൻ പാടില്ല. രണ്ടാള് ഒരേ ഗൈഡ് റണ്ണർ എൻ്റെ മുന്നിൽ കിടക്കാതെ ഓടണം, അത്രേ ഉള്ളൂ. ആകെ ഈ 4 നിയമമേ ഉള്ളൂ. പക്ഷെ ഇവർ തരുന്ന സാധനം ഉപയോഗിക്കണം നിയമമില്ല. ഈ ഇന്റർനാഷണൽ നാഷണൽ ഇങ്ങനെ നിയമമില്ല. ഇവർ അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. അതെ, നാഷണൽ ഉണ്ടാക്കാം എന്നാണ് ഇതിന്റെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് റണ്ണർ ഒരിക്കലും കുട്ടിയുടെ മുകളിലോ ഫ്രണ്ടിലോ അതുവരെ ഫിനിഷിങ്ങിലോ ഗൈഡ് റണ്ണർ വരാൻ പാടില്ല. കണ്ണ് കെട്ടി ഓടുക. അതായത് വിഷ്വലി പ്രോബ്ലം ഉള്ള ആള് എല്ലാവരും ഒരുപോലെ കണ്ണ് മറക്കുക. ഗൈഡ് റണ്ണർ ഒരിക്കലും മുൻപോട്ട് എന്താവാൻ പാടില്ല, ഫിനിഷ് ചെയ്യാൻ പാടില്ല. തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതും ആരാണ്? അത്ലറ്റ്സ് ആണ്. ഇതാണ് ഇതിന്റെ റൂൾസ്. നമുക്ക് ഉപയോഗിക്കുന്ന ഏത് സാധനം നമുക്ക് ഉപയോഗിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കരയുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾ ഓടിക്കലെന്ന് പറഞ്ഞിട്ട് അവരത് പരിഗണിച്ചില്ല. പക്ഷെ അത് അവർ അറിവില്ലായ്മ അല്ല. കാരണം അവർക്ക് കിട്ടിയത് വെച്ചിട്ടില്ല അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പരിഹരിക്കാമെന്നാണ് അവർ പരിഹരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ആവശ്യം തന്നെ കുട്ടി തെതർ പൊട്ടിയ ആളുകളുണ്ട്. ഇവൻ മാത്രമല്ല, വേറെയും കുട്ടീൻ്റെ തെതർ പൊട്ടിയിട്ടുണ്ട്. നമ്മളെ കുട്ടീൻ്റെ മാത്രമല്ല, തെതർ പൊട്ടിയ ആളുകളെ ഫൈനലിലേക്ക് പരിഹരിക്കാം. തീർച്ചയായും ഇതുപോലെ തന്നെയാണ് നിരവധി അത്ലറ്റുകൾ ഇത്തരത്തിൽ ടെതർ പൊട്ടിയ കുട്ടികളുണ്ട്. പലരും ഈ പരാതി പറഞ്ഞു. നേരത്തെ ചാമ്പ്യന്മാരായ കുട്ടികളടക്കം ഇത്തരത്തിൽ ടെതർ പൊട്ടിയിട്ടുണ്ട്. മൂവ്മെന്റ് ഇടാൻ വേണ്ടി കൈ വീശിയപ്പോഴാണ് പൊട്ടിയത്. അപ്പോൾ ഇവര് മറ്റേ ടൈറ്റ് ഇല്ലാത്ത സാധനമാണ് തന്നതെന്നാണ് ഒരിത്. അടുത്ത മത്സരത്തിൽ നല്ലത് തന്ന കൊള്ളാം. ഇത്തവണ പൊട്ടിയ ആളുകളെ എന്താ ഫൈനലിൽ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ്. ഡയറക്റ്റ് ഫൈനലിലേക്ക് ഇതാക്കണം എന്നാണ്. അല്ലാതെ ഹീറ്റ്സും ഇതൊക്കെ പാടാകുമ്പോൾ തളരും, അപ്പോൾ വയ്ക്കില്ല. അതാണ് ഒരു വീണ്ടും ഒരിക്കലും കൂടി ഓടിക്കരുത്. ഇല്ല, അത് പാടില്ല, അത് വയ്ക്കില്ല. ഈ ഓടുന്ന സമയത്ത് എന്താണ് ഇത് തോന്നിയത്? ഇത് ഭയങ്കര ടൈറ്റാണ്. സ്വന്തമായി ഉണ്ടായിരുന്നോ? കയ്യിൽ വേറെ ഉണ്ടായിരുന്നു? അതുകൊണ്ട് ഉണ്ടായിരുന്നില്ല. ഇത് ഇവിടുന്ന് തന്നതാണ്. ഇവിടുന്ന് തരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇനി ഇവരുടെ ആവശ്യം ഇത് പറഞ്ഞതുപോലെ പരിഹരിക്കാം എന്ന് തന്നെയാണ് സംഘാടകർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദീപക്കിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് രുചീഷ് രവീന്ദ്രൻ, ന്യൂസ് മലയാളം.